ഞങ്ങൾ കടലിൻ്റെ മക്കൾ തനതായ ഒരു ശൈലിയിൽ മീൻകറി ഉണ്ടാക്കാറുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ അവരുടെ കരുത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ മീൻകറി തന്നെയാണ്. നമ്മുടെ ഈ അമ്മമാർ അവർ കയറി വന്ന ഉടനെ ആ മീൻ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നൊരു സ്റ്റൈലുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ പച്ചക്കരച്ച്, എനിക്ക് ഒരു കാര്യം പറയാം, ജീവനോടെ തന്നെയാണ് അവരെ കറി വെച്ച് കൊടുത്ത് ചോറുമായിട്ട് കഴിക്കുന്ന ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ കപ്പ. അപ്പോൾ ആ ഒരു ഫുഡ്, അതായത് ആ ഒരു മീൻകറി പുറംലോകം അറിയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാനൊരു മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് അത് നിങ്ങളോട് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് കേരച്ചൂരയുടെ തലയാണ്. നല്ല ഭാഗം ആണുങ്ങൾ കൊണ്ടുപോയി. ഇനി തലയുടെ ഗുണം നമുക്കറിയണ്ടേ? അപ്പം തനത് മത്സ്യത്തൊഴിലാളികളുടെ സ്റ്റൈലിൽ ഒരു തലക്കറി. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ചൂരകളുടെ രാജാവാണ് കേരച്ചൂര. അപ്പോൾ നമുക്ക് തലക്കറിയിലോട്ട് കിടക്കാം അല്ലേ? അറിയാമല്ലോ, മീൻകറികളിൽ ആദ്യം എണ്ണ ഒഴിച്ച് അങ്ങനെ കലാപരിപാടികളൊന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് അങ്ങ് തീ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിച്ചത്. അളവുകളെന്നെല്ലാം കൈ അളവാണ്, അല്ലാതെ സ്പൂൺ എടുത്തുള്ള അളവുകളൊന്നുമില്ല. ആവശ്യത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അടുത്തതായി പുളിയാണ്, പുളി അരച്ചതാണ്. ഇവനെ ഇട്ട് നമ്മളിവനെല്ലാം കൂടിയായിട്ട് ഇവനെ അങ്ങ് പിടിപ്പിക്കും. കാരണം തലക്കറി ആയതുകൊണ്ട് ശകലം പുളി കൂടുതൽ ആവശ്യമാണ്. ഇനി അടുത്ത് നമ്മൾ ഈ മുരിങ്ങയ്ക്കയും ഇതെല്ലാം അങ്ങോട്ട് ചേർക്കുകയാണ്. ഇങ്ങനെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പച്ച തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ അരച്ച് വെച്ചത് നമ്മളിതിനങ്ങോട്ട് ചേർക്കും. ഇതിനകത്ത് എണ്ണയുടെ അംശമോ ഒന്നും ആവശ്യമില്ല. എണ്ണയിട്ട് ആൾക്കാർ കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ആവശ്യമില്ല. കടലിൻ്റെ മക്കൾ അങ്ങനെയാണ്. അതാണ് അവരുടെ ശക്തിയുടെ ഉറവിടം എന്ന് തന്നെ വേണം പറയാൻ. ആവശ്യത്തിന് ഉപ്പ്, കൈക്കളവാണ്. ഇതിനെ ചേർത്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, എണ്ണ ആവശ്യമില്ല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അരച്ച തേങ്ങാപ്പാൽ, നല്ല പച്ചക്കരച്ച തേങ്ങാപ്പാൽ, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുരിങ്ങക്കോല്, തക്കാളി, പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് ചേർക്കാവുന്നതാണ്. ഇത് എണ്ണ ഒഴിക്കാൻ പാടില്ല. അഥവാ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് എണ്ണ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കത്തിക്കാൻ പോവുകയാണ് കേട്ടോ. കറിയിൽ മുങ്ങി നിന്നാൽ ആ മീറ്റുള്ള ഭാഗം പെട്ടെന്ന് അതുകൊണ്ടാണ് അത് തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. എല്ലാ മീൻ പോലെയല്ല, ചൂടടിച്ച വേവത്തില്ല. തലക്കറിക്കാകുമ്പോൾ ഒരു 15 മിനിറ്റ് വേണം. അപ്പോൾ ഞാൻ 15 മിനിറ്റത്തേക്ക് നിങ്ങൾക്ക് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ആശാന് മണം വന്നു തുടങ്ങി. അപ്പോൾ അത് നേരിട്ട് ഉണ്ടായി കഴിയുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. കാരണം ഒരു കാലത്ത് കപ്പയായിരുന്നല്ലോ വിലപ്പെട്ടത്. അപ്പോൾ നമുക്ക് ആ കപ്പ കറി വെച്ചത് കണ്ടോ, ഇത് കപ്പ കറി വെച്ചതാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കപ്പ കറി വെച്ചതും നമുക്ക് തലക്കറിയുമായിട്ട് ഇവനെ ഒന്ന് പൂശിയാലോ? അപ്പോൾ ആദ്യം തലക്കറി.
കടപ്പുറം സ്പെഷ്യൽ നാടൻ തലക്കറിയാണ്. മായങ്ങളൊന്നുമില്ലാത്ത നല്ല തലക്കറി. ഇവിടെ കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്, നമുക്കിന്ന് ഉണ്ടാക്കി. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാം. നല്ല വേണ്ട നമ്മുടെ മുരിങ്ങക്കോലൊക്കെ ഇട്ട നല്ല തലക്കറിയും ഇതുമായിട്ട് മോനെ ഇത് കഴിക്കുന്നത് ഇങ്ങനെയുണ്ട് നോക്കും. എങ്ങനെയുണ്ട്? കുഴപ്പമല്ലേ?